ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇന്നത്തെയും അതുപോലെ തന്നെ നാളത്തെയും നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഭൂമി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ അച്യുതനും ആംബികയും കൂടി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പിറക്കി തൂക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭൂമി ചോദിക്കേണ്ടത് എവിടേക്കാ പോകാൻ പോണെന്ന് പറയുമ്പോ അച്യുതൻ പറഞ്ഞു നമ്മളെ ഇപ്പൊ തന്നെ പോകുക നമ്മുടെ നാട്ടിലേക്ക്. അച്ഛൻ എന്താ ബോധമില്ലാതായോ? അമ്മക്കും ബോധമില്ലാതായോ എന്ന് ചോദിക്കുകയാണ്. എടി മോളെ, അത് പിന്നെ വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ നമ്മൾ എവിടേക്കും പോകുന്നില്ല. അച്ഛന് ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെയല്ലേ മോളെ, അൾസർ അല്ലേ, അത് മരുന്ന് എവിടെ വേണമെങ്കിലും മേടിക്കാലോ എന്ന് പറയണം. എന്നാലും ഇത് ശരിയാവില്ല, എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ശരിയാവില്ല, എന്തായാലും ഞാൻ പോവാൻ വേണ്ടി സമ്മതിക്കില്ല, നിങ്ങളും പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് കയറി പോവാണ് ഭൂമി. ആ സമയത്ത് അംബിക പറയണ്ട്, അച്യുതേട്ടാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ അവള് സമ്മതിക്കില്ലെന്ന്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോയിരിക്കും, അവളെയും കൂട്ടും എന്ന് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് പറയണം. ഇത് കേട്ട് ഭൂമി അവിടേക്ക് വരുന്നുണ്ട്. അച്ഛന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ ഭാരമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അച്ഛൻ നാട്ടിൽ പോണെന്ന് പറയണത്. അതെന്താന്ന് ഞാൻ ചോദിക്കണമൊന്നുമില്ല, ഇനിയിപ്പോ അച്ഛനെ നാട്ടിൽ പോയേ അടങ്ങുള്ളൂന്നാണെങ്കിൽ ശരി അച്ഛാ, എന്താ അച്ഛാ നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറയാണ്. പിന്നെ കടയുടെ കാര്യം അത് വേണമെങ്കിൽ ലക്ഷ്മി അടിച്ചിനെ എന്താണ് ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ അംബിക പറയണ്ടല്ല, ലക്ഷ്മിക്ക് അത് നോക്കി നടത്താനൊക്കെ പറ്റുമോ? നോക്കി നടത്താൻ വേണ്ടി പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം, പിന്നെ എന്നാൽ അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് പോകുന്നുണ്ട്. രാത്രി ആകുമ്പോഴേക്ക് അച്യുതന് ഉറക്കം വരുന്നില്ല. അച്യുതൻ നമ്മുടെ അംബാസിഡറിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അംബാസിഡറിനോട് സംസാരിക്കുകയാണ്. എടാ, നീ എന്റെ കൂടെ 33 വർഷമായി, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ, അംബികനെ വിവാഹം കഴിക്കുന്ന മുമ്പേ ഉള്ള കാര്യങ്ങൾ മുതൽ നിനക്ക് എല്ലാം അറിയാം, എന്റെ ഭൂമിയെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാം, പക്ഷെ അതൊരിക്കലും അംബികക്ക് അറിയില്ല, അതുകൊണ്ട് എന്റെ ആത്മാവാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം. പിന്നെ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ഭൂമിനെ കിട്ടിയ സമയത്ത്, അതായത് നമ്മുടെ ഭവാനി കൊടുത്ത സമയത്ത് അച്യുതൻ ഭൂമിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയായിരുന്നു. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചായിരുന്നു, ഈ തങ്കക്കുടത്തിനെ കൊല്ലാനോ, അതും ഞാന് അംബികയ്ക്ക് ഒരുപാട് സന്തോഷവും, ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പൊന്നുപോലെ ഞാൻ വളർത്തും, രാജകുമാരിയായിട്ട് വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അംബികയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ അംബിക ചോദിക്കേണ്ടി, ഇത് ഏതായി കുഞ്ഞ്, അത് ഏതെങ്കിലും ആവട്ടെ, ഇവളെ അന്വേഷിച്ച് ആരും വരാമുള്ള, ഇനി ഇവൾ നമ്മുടെ മോളാ എന്ന് പറയണം. അംബിക അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അംബിക ചോദിക്കണ്ട, അച്യുതേട്ടാ ഇവൾക്ക് നമുക്കൊരു പേരിടണ്ടേ? ഇടണം, എന്റെ മനസ്സിലൊരു പേരുണ്ട്, അതെന്താ അച്യുതേട്ടാ? സീത. സീതയോ? എന്താ ആ പേര് കൊള്ളില്ല അംബികയെ, സീത നല്ല പേരാ, പക്ഷെ അതിനേക്കാളും വേറൊരു പേരുണ്ട്, അതെന്താ? ഭൂമിജ. അതെങ്ങനെയുണ്ട്? അത് കൊള്ളാം, നല്ല പേര്, നമുക്ക് ഭൂമി എന്ന് വേണമെങ്കിൽ വിളിക്കാം, കൊള്ളാം, എന്നാ ആ പേര് മതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെയാണ് അവർ ഭൂമിക്ക് ഭൂമിജ എന്ന് പേരിട്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കാട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്നിരുന്ന് ആലോചിക്കാൻ അച്യുതന്റെ അടുത്തേക്ക് ഭൂമി വരുന്നുണ്ട്. അച്ഛന്റെ മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ടല്ലോ, അച്ഛൻ ഈ കാറും ഇവിടെ വെച്ച് പോവാൻ വേണ്ടി തീരുമാനിച്ചോ? അതെ മോളെ, ഇതിലെന്തിനെ കൊണ്ടുപോണത്? അയ്യോ, ഇത് ഞാൻ ഉപേക്ഷിക്കില്ല അച്ഛാ, എന്റെ അച്ഛന്റെ ജീവനായത്, എനിക്കറിയാം ഈ കാറും അച്ഛനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന്, അതെന്താന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ അച്ഛന്റെ ജീവനാണ് ഈ കാറെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛാ. പിന്നെ നാളെ എല്ലാം ലക്ഷ്മി എടുത്തിനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം എന്ന് പറയാണ്. അല്ല മോളെ, നമ്മള് നാട്ടിൽ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് പറയണ്ട കേട്ടോ. എന്താ വെച്ചാ, നമ്മൾ അന്വേഷിച്ച് ആരും വരുമെന്ന് വെച്ചിട്ടാണോ? നമ്മൾ അന്വേഷിച്ച് ആര് വരാനാച്ചാ, ഒരു സൗഹൃദം പുതുക്കാനും ആരും വരില്ല. അച്യുതൻ പറഞ്ഞെങ്കിലും നമ്മൾ എവിടെയാ പോണെന്ന്, നമ്മുടെ നാട് എവിടെയാണെന്നൊന്നും ആർക്കും പറയണ്ട മോളെ. ശരി എന്ന് പറയാണ്. അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, അച്ഛന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭൂമി സമാധാനിപ്പിക്കുകയാണ് അച്യുതനാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ മുത്തശ്ശീനെയാണ്. മുത്തശ്ശി രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സംഗീത ചായയായിട്ട് വരുന്നുണ്ട്. അമ്മേ ചായ. മാധവൻ നടത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. മാധവനോട് മുത്തശ്ശി പറയണ്ട്, എടാ മാധവ, നിനക്ക് നടക്കാൻ വേണ്ടി പോകുമ്പോ ഈ സംഗീതനും കൂടി കൊണ്ടുപോയിക്കൂടെടാ, വല്ല എക്സസൈസ് ഒക്കെ ആവട്ടെ, ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണോമേ, ഇവള് വരണ്ടേ മോളെ, നിനക്ക് പോയാലെന്താ, ഒരു എക്സസൈസ് ഒക്കെ ആരോഗ്യത്തിന് നല്ലതാടി എന്ന് പറയുമ്പോഴേക്കും മാധവൻ പറയണ്ട്, സംഗീത എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ നല്ല എക്സസൈസാ, ഒന്ന് പോ മാധവേട്ടാ. അല്ല, പത്രത്തിൽ വാർത്ത കൊടുക്കണ്ടേ, വിവാഹ നിശ്ചയത്തിന്റെ വേണോമേ, വേണം എന്ന് സംഗീത പറയാണ്. പിന്നെ വിവാഹത്തിന്റെ കാർഡ് അടിക്കുമ്പോഴേ പിള്ളേരുടെ ഫോട്ടോ വെച്ചിട്ട് വിത്ത് വീഡിയോ, അതെങ്ങനെ ഉണ്ടാകും? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ മാധവൻ പറഞ്ഞു, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാമേ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് മുത്തശ്ശിയും പറയാട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയണ്ടല്ല സംഗീത, എനിക്ക് എത്ര കൊച്ചുമക്കളുണ്ട്? 4 പേര്. അന്ന് പേരൊക്കെ പറഞ്ഞേ. ആദ്യത്തേത് അനുപമ, പിന്നെ അജയ്, പിന്നെ അഭിരാമി, പിന്നെ അഞ്ജന. ശരി, അപ്പൊ ആദ്യത്തെ എന്റെ കൊച്ചുമകൾ അനുപമ. അല്ല, എനിക്ക് ആ ഓർമ്മയുണ്ട്, അവൾക്ക് ആ ഓർമ്മയുണ്ടോ? അല്ല, അവളെ കെട്ടിച്ചിട്ട ഭർത്താവിന്റെ വീട്ടുകാരെന്താ അവൾ ഇവിടെ വീട്ടിലെന്ന് എങ്ങനെ പറഞ്ഞോ? അവളെ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ, എന്താ ഞങ്ങളൊന്നും അത്ര മോശക്കാരാണോ?
ഇടയ്ക്ക് ഇവിടെ വന്നിട്ടൊന്ന് അന്വേഷിച്ചു പോയാ ഈ മുത്തശ്ശി ജീവനോടുള്ളപ്പോഴെങ്കിലും അവൾക്ക് വന്നൂടെ? അതെ, അവളൊന്ന് വിളിച്ച് സംസാരിക്കേ, അവൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ശരി അമ്മേ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി അകത്ത് പോകുമ്പോ മാധവൻ പറയണ്ടേ, എടി നീ അവളൊന്ന് വിളിക്കടി. ഞാൻ എങ്ങനെ വിളിക്കാനാ? അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാധവേട്ടാ, നീ എന്നാലും വിളിക്കോ, ഒന്ന് സംസാരിച്ച് നോക്കുതേ, ഞാൻ ഡയൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അനുപമയുടെ കോളിലേക്ക് ഡയൽ ചെയ്തിട്ട് നമ്മുടെ സംഗീതക്ക് കോള് കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ ഭവാനി അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടി നീ എന്ത് ചെയ്തോണ്ടിരിക്കാൻ? ഞാൻ ഗെയിം കളിക്കുക. എടി അതിനേക്കാളും വലിയ ഗെയിമാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ നീ അജയനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പറഞ്ഞു. അവനെന്തോ കൊല്ലാൻ വരുന്ന പോലത്തെ ഒരു മുഖമായിരുന്നു അവന്റെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോ മുഖം ഒരു കലിപ്പിച്ചൊരു നോട്ടം, എന്നിട്ട് പോയി. അല്ല നീ മെസ്സേജ് അയക്കുന്നുണ്ടോ? ആ അയക്കുന്നുണ്ട്. അവൻ എന്താ റിപ്ലൈ തരുന്നത്? കുന്ത, അവൻ നോക്കുന്ന പോലെയല്ല, നോക്കിയാലും റിപ്ലൈ തരത്തില്ല. അവൻ എന്നെ ഇഷ്ടമല്ലമ്മേ. അവനിഷ്ടം ആ ചായക്കടക്കാരിയാ. ആരെ? ആ ഭൂമിനെയോ? അതെ, അതൊക്കെ നിന്റെ തോന്നലാ മോളെ. എല്ലാമ്മേ അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഭൂമിനെയാ ഇഷ്ടം, ഭൂമിനെ വിവാഹം കഴിക്കുമെന്ന്. അപ്പൊ ഭവാനി മനസ്സിൽ വിചാരിക്കണം, അവൻ ചെറുപ്പത്തിലും അങ്ങനെയായിരുന്നു, അഭിരാമി അടുത്തായിരുന്നു കൂടുതൽ അടുപ്പം, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്താ അമ്മ ആലോചിക്കണത്? അങ്ങനെ ഭൂമിയാണ് നിങ്ങളുടെ മാരേജിന് തടസ്സമെങ്കിൽ അവളെ ഞാൻ ഇങ്ങനെ ഇല്ലാതാക്കും. അവളമ്മ കൊല്ലോ? നമ്മുടെ തടസ്സമായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ ചിലപ്പോ കൊന്നൊന്നും ഇരിക്കും എന്നൊക്കെ ഭവാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രാവിലെ തന്നെ ഭൂമിയാണെങ്കിൽ ചായക്കടയിലേക്ക് പോവാണ്. അപ്പൊ ലക്ഷ്മി ചേച്ചി പറയണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ, നിങ്ങൾ പോവാന്ന് പറയുമ്പോ ചില തീരുമാനങ്ങൾ അങ്ങനെ എടുക്കേണ്ടി വന്നു. 3 ആഴ്ച ലക്ഷ്മി ചേച്ചി ചായക്കട നോക്കണം. അയ്യോ, എനിക്കിത് നോക്കാനുള്ള അതൊക്കെ മനസ്സിലാക്കാം, ആ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഭൂമി പറയാനായിട്ട് ചായയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പോലീസുകാർ ചോദിക്കേണ്ട, ഭൂമി താൻ പോവാണ് നാട്ടിലേക്ക്, ഇനി എപ്പോഴാ തിരിച്ച്? നോക്കട്ടെ, എന്തായാലും 3-4 ആഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. ശേഷം എസ് ഐക്ക് ചായ കൊടുക്കുമ്പോ എസ് ഐ ചോദിക്കണ്ട്, ഭൂമി താൻ നാട്ടിലേക്ക് പോവാണല്ലേ, ഇനി എപ്പോഴാണ് താൻ തിരിച്ചു വരാ? ഉടനെ വരാൻ സാർ. അതെ, ഞാൻ നാട്ടിൽ പോകുമ്പോ ഒരു സുന്ദരി പെൺകുട്ടിനെ സാറിന് വേണ്ടി ആലോചിക്കാൻ വേണ്ടി കൊണ്ടുവന്നോട്ടെ. ഓ അതിനെന്താ, 17-കാരിയാണ് വേണ്ടത്. ഓ 17-കാരിയാകുമ്പോ കേസ് ആവില്ലേ? ഒരു 18 ആയിക്കോട്ടെ, കൊള്ളാം. കിളവന്മാർക്ക് ഇപ്പൊ 17-കാരിന് താല്പര്യം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭൂമി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. അജയ്ക്ക് ചായ കൊടുക്കണ്ട്. അജയിനോട് പറയണ്ട്, സർ നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ലക്ഷ്മി ചേച്ചിയായിരിക്കും ചായ തരുന്നത്. അതെന്താ, താൻ എവിടെ പോവാ? നാളെ ലീവാണോ? നാളെ അല്ല സർ, കുറച്ച് നാളത്തേക്ക് ഞാൻ ലീവാ. കുറച്ച് നാളത്തേക്കോ? എത്ര നാളത്തേക്ക്? ഒരു 3 ആഴ്ച ഞാൻ ചിലപ്പോ ഇവിടെ ഉണ്ടാവില്ല. എടോ 3 ആഴ്ചയോ? താനിത് എവിടെ പോവാടോ? നാട്ടിൽ പോണം. നാട്ടിലോ? തന്റെ നാട് എവിടെയാ? അത് പിന്നെന്ന് പറയുമ്പോ ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്യുതൻ പറഞ്ഞ കാര്യം നമ്മുടെ നാട് എവിടെയാണെന്നും വീട് എവിടെയാണെന്നും ആരോടും പറയരുതെന്ന്. പറയടോ തന്റെ നാട് എവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഭൂമി പറയണ്ട്, സാർ അത് ദൂരെയാ. ദൂരെ പ്ലേസിന് സ്ഥലത്തിന്റെ പേരില്ലേ? അത് അതിർത്തിക്കടുത്ത സ്ഥലം പറയടോ. അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ. ഓ അല്ല, താന് പോയിട്ട് വരുന്നവരെ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. അതെന്താ സാർ, സാറിനപ്പം എന്നെ ഇഷ്ടമാണല്ലേ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ തന്നെ ആർക്കാടോ ഇഷ്ടപ്പെടാത്തത്? താനൊരു നല്ല കുട്ടിയാ, ഒരു പാവം കുട്ടി. ആ ഒരു ഇഷ്ടം എല്ലാവർക്കും തന്നോടുണ്ട്. പിന്നെ താൻ ഇവിടെ നിന്ന് പോയാലും തന്റെ പ്രസൻസ് ഇവിടെ എല്ലാം ചുറ്റി നടക്കോടോ, ഇവിടെ നിറഞ്ഞു നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയുടെ കണ്ണ് നിറയാട്ടോ. തിരിഞ്ഞു നിന്ന് ഭൂമി കണ്ണ് തുടക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ അച്യുതൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ്, 1 മാസത്തെ മരുന്ന് മേടിക്കാനായിട്ടാണ് പോണത്. ഡോക്ടർ പറയുന്ന മരുന്നൊന്നും ഇല്ല അച്യുതന് ക്യാൻസർ ആണെന്ന് തുറന്നു പറയാണ്. അത് കേൾക്കുന്ന നമ്മുടെ അച്യുതൻ തളർന്നു പോവാണ്. വീട്ടിൽ വന്നിട്ട് ഇത് അംബിക എടുത്ത് പറയുന്നുണ്ട്. അംബിക അച്യുതനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഭൂമി വരുമ്പോഴേക്കും ഇവര് ആ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഭൂമിക്കും തോന്നുന്നുണ്ട് ഇവര് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോന്ന്. അങ്ങനെ അച്യുതൻ ഒരു തീരുമാനം എടുക്കാണ്. എന്തായാലും താൻ മരിക്കും ഉറപ്പാണ്. അപ്പൊ അതിനു മുമ്പ് ഭൂമിനെ സേഫ് ആയിട്ട് ഒരാളെ കൈകളിലേക്ക് ഏൽപ്പിക്കണം. അവളുടെ യഥാർത്ഥ അച്ഛന്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ് അച്യുതൻ. അങ്ങനെ സത്യനെ പോയി കണ്ട് സത്യങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുന്ന അച്യുതന്റെ അടുത്തേക്ക് ആ വാടക കൊണ്ടുവരുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.